നമസ്കാരം, വെൽക്കം ടു ഷൈനി ബിസിനസ് വേൾഡ്. നമുക്ക് എങ്ങനെ ഇന്ന് സ്കിൻ വൈറ്റനിങ് സോപ്പ് വലിയ വില കൊടുത്ത് കടയിൽ നിന്നെല്ലാം വാങ്ങാതെ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മുടെ സ്കിൻ വൈറ്റനിങ് സോപ്പിൽ ക്യാരറ്റ്, കുക്കുംബർ, അതുപോലെ തന്നെ ഓറഞ്ച് പീൽ പൗഡർ, പിന്നെ മസൂർ ഡാലൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ലൈറ്റൻ ചെയ്യാനും ടാൻ എല്ലാം റിമൂവ് ചെയ്യാനും സഹായിക്കും. അറിയാലോ, ക്യാരറ്റിൽ വിറ്റാമിൻ എ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ബ്ലീച്ച് ചെയ്യാനൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ മസൂർ ഡാൽ നാച്ചുറലായിട്ടൊരു ബ്ലീച്ചിങ് ഏജൻറ് ഉള്ളതാണ്. അതുപോലെ ഓറഞ്ച് പീൽ പൗഡർ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ലൈറ്റൻ ചെയ്യാൻ സഹായിക്കും. ഓറഞ്ച് പീൽ പൗഡർ മാത്രം എടുത്ത് നമ്മൾ പാക്കായിട്ട് ഡെയിലി അപ്ലൈ ചെയ്തുകൊണ്ട് വന്നാലും നമ്മുടെ സ്കിന്നിനെ നന്നായിട്ടൊരു 2-3 ഷെയ്ഡൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ നമുക്ക് ഈ സോപ്പ് ഈസി ആയിട്ട് ചെയ്യാവുന്ന നേരെ വേണ്ടിയിട്ട് പോവാം. അതിനുമ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചാനൽ, അതിനകത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിലാണെന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. 100 ഗ്രാം വരും ഗോട്ട് മിൽക്ക് സോപ്പ് ബേസാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കിനി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് എന്തെല്ലാം വേണമെന്ന് നോക്കാം. അടുത്തായിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഒന്ന് കുക്കുംബറിനെ നമ്മൾ ചെറിയ ചെറിയ തിരുവി എടുക്കില്ലേ, നമ്മൾ ബീട്രൂട്ടൊക്കെ ചിരകി എടുക്കുന്ന അതിൽ വെച്ച് ചിരകി വെച്ചിട്ടുണ്ട്. അതായത് നമുക്ക് വേണ്ടത് ഈ സ്പൂൺ ഇട്ട് 1 സ്പൂൺ ക്യാരറ്റും 1 സ്പൂൺ കുക്കുംബറാണ്. അപ്പോൾ നമ്മൾ ചിരകി എടുക്കുന്നതിൻ്റെ ചെറിയ ഇതുണ്ടല്ലോ ചിരകുന്നത്, അതിൽ വെച്ച് ചിരകി എടുക്കുക. അപ്പോൾ അതിൽ നിന്ന് 1 സ്പൂണാണ് നമുക്ക് വേണ്ടത്. അടുത്തായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ഓറഞ്ച് പീൽ പൗഡറാണ്. അറിയാമല്ലോ, ഓറഞ്ച് പീൽ പൗഡർ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ലൈറ്റൻ ചെയ്യാനും ആ ടാൻ എല്ലാം റിമൂവ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഓറഞ്ച് പീൽ പൗഡർ. നിങ്ങൾക്ക് ഓറഞ്ചിൻ്റെ പീലിൻ്റെ ഫ്രഷ് ഉണ്ടെങ്കിൽ അതിനെ ഇങ്ങനെ ചിരകി എടുത്താലും മതി. അപ്പോൾ എൻ്റെ കയ്യിലില്ലായിരുന്നു. ഇപ്പോൾ ഓറഞ്ച് സീസൺ ആയതുകൊണ്ട് മാക്സിമം പേരുടെയും വീട്ടിൽ കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ 1 സ്പൂൺ എടുക്കുക, അല്ലെങ്കിൽ ഈ പൊടിയിൽ നിന്ന് 1 സ്പൂൺ എടുക്കുക. എന്നിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മസൂർ ഡാൽ പൗഡറാണ്. അപ്പം ഞാനിങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് മസൂർ ഡാൽ നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ ഒന്ന് നാച്ചുറലായിട്ട് ബ്ലീച്ച് ചെയ്യാൻ സഹായിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് മസൂർ ഡാൽ. അപ്പോൾ അതും ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. അതും 1 സ്പൂൺ വേണം നമുക്ക്. പിന്നെ വേണ്ടത് നമുക്ക് ക്യാരറ്റ് ഓയിലാണ്. അപ്പോൾ ഞാനിവിടെ ആൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ക്യാരറ്റ് ഓയിലും ക്യാരറ്റും മഞ്ഞളും കൂടെ ഇട്ടതാണിത്. നിങ്ങൾക്ക് ഇതൊന്നും ഇല്ലെങ്കിൽ ക്യാരറ്റ് ഓയിലും അങ്ങനെ ഒന്നും പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ഒഴിച്ചാലും മതി. അതുപോലെ ഗ്ലിസറിൻ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഓപ്ഷണലാണ്. ഇതിനെ ഒന്ന് ഡബിൾ ബോയിലർ മെത്തേഡിൽ ഹീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളക്കട്ടെ. വെള്ളം ചൂടായിട്ടുണ്ട്. ഞാനിതിൻ്റെ നമ്മുടെ ബേസിലെ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്നൊന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ആദ്യമായിട്ട് നമ്മുടെ കുക്കുംബർ 1 സ്പൂൺ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ട്, 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാരറ്റ് അതുപോലെ തന്നെ 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ചൂടിൽ ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ എസൻസ് എല്ലാം അതിൽ ഇറങ്ങിക്കൊള്ളും. പിന്നെ നമുക്കൊരു ചെറിയ ഒരു സ്ക്രബിങ് എഫക്റ്റും നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊന്നും പെട്ടെന്ന് മിക്സ് ആയിക്കൊള്ളും. ഇനി നമുക്ക് അടുത്തായിട്ട് ആഡ് ചെയ്യേണ്ടത് പൊടികളാണ്. അപ്പോൾ നമ്മുടെ മസൂർ ഡാലും ഓറഞ്ച് പീൽ പൗഡറും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മസൂർ ഡാൽ ഞാനിങ്ങനെ ചെറിയ ടീസ്പൂണിൽ 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓറഞ്ച് പീൽ പൗഡറും 1 സ്പൂൺ, ചെറിയ ടീസ്പൂണിൽ 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതെല്ലാം ഒരു പാക്കായിട്ട് കൂടെ ഇട്ട് കൊടുക്കാം. മുഖത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഒരു റിസൾട്ട് കിട്ടും. ഈ മസൂർ ഡാലും ഓറഞ്ച് പീൽ പൗഡറും നമുക്കത് മിക്സ് ചെയ്യാനായിട്ട് ക്യാരറ്റിൻ്റെയും കുക്കുംബറിൻ്റെയൊക്കെ ജ്യൂസ് എടുത്താൽ വളരെ നല്ലതാണ്. നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ആവാനും സ്കിന്നെല്ലാം ലൈറ്റൻ ചെയ്യാനൊക്കെ സഹായിക്കും. അപ്പോൾ ഇപ്പോൾ കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം മിക്സ് ആകുന്ന രീതിയിൽ ആ കട്ടകളൊക്കെ പോയി നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ആകുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ക്യാരറ്റ് ഓയിലാണ്. അത് 1 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാനിങ്ങനെ 1 സ്പൂൺ ക്യാരറ്റും മഞ്ഞളും കൂടെ ആഡ് ചെയ്തതാണ്. അത് 1 സ്പൂൺ ആഡ് ചെയ്തത്. മഞ്ഞളും ക്യാരറ്റും ഒക്കെ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ലൈറ്റൻ ചെയ്യാൻ സഹായിക്കും. റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഓഫായി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സോപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനൊന്ന് റൂം ടെമ്പറേച്ചറിൽ തന്നെ ഒരു മണിക്കൂർ വെച്ചിരിക്കുക. അപ്പോൾ അതൊന്ന് സെറ്റായി കിട്ടും. ഞാനിതിൽ മണത്തിന് വേണ്ടി പ്രത്യേകിച്ച് എസെൻഷ്യലോ പെർഫ്യൂം ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് സ്വന്തം ആവശ്യത്തിനായതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് മണമൊന്നും ആഡ് ചെയ്യുന്നില്ല. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് അൺമോൾഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സോപ്പ് കൂടെ റെഡി. അപ്പോൾ നമ്മുടെ സോപ്പ് എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് കമൻറ്റ്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.